നമഃ ശിവായ. ഓം 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 ജയശങ്കർ എങ്ങനെ വരും? ഈ കമ്മിറ്റി നമുക്കറിയുന്നവരെ എല്ലാവരും ഞാനിന്ന് വരേണ്ടത് ഉണ്ട്, ഇന്ന് വരണ്ട് സത്യം ഞാൻ വരണ്ടെന്ന് ഒരാൾക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് നിശ്ചയിച്ചത്. ഓരോരാളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും എത്തുന്നുണ്ടെന്ന് പറഞ്ഞു.
ഏവർക്കും നമസ്കാരം. ശ്രീ സംഗമേശാനന്ദ വേദി ഫൗണ്ടേഷന്റെ ശ്രീരുദ്ര പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീ ലക്ഷ്മി നരസിംഹ ധന്വന്തരി മഹായജ്ഞത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ആദരപൂർവം ബഹുമാനപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവർകളാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ. ഈ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദീപപ്രോജ്വലനം നടത്തി നിർവഹിക്കുന്നത് റിട്ടയർഡ് പ്രൊഫസർ ശ്രീ ജയശങ്കർ രാജഗോപാലൻ അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മഹാമണ്ഡലേശ്വർ ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളാണ്. മേജർ ജനറൽ പി വിവേകാനന്ദൻ, ഡോക്ടർ ടി പി ശശികുമാർ, ശ്രീ പ്രതാപവർമ്മ, ശ്രീ ജയരാജ് മിത്ര, ഡോക്ടർ ഗസൽ ശ്രീനിവാസൻ, ബ്രഹ്മശ്രീ സത്യധർമ്മൻ അടികൾ, സ്വാമി വിശ്വാനന്ദ സരസ്വതി, ശ്രീ രാധാകൃഷ്ണൻ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ 4 ദിവസങ്ങളിലായി ഒരു സൽക്കർമ്മത്തിൽ പങ്കുകൊള്ളാൻ എത്തിയിരിക്കുന്നതാണ് എന്നത് മാനവരാശിക്ക് കാലാനുസൃതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി വ്യതിയാനങ്ങളും ആധുനികയുടെ ഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധർമ്മച്യുതിയിലും ഇന്ന് ആശ്ചര്യപ്പെടുത്താനായി ഒന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അപ്പോ ഈ കലിയുഗത്തിൽ കലിയുടെ ധർമ്മമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനിഷ്ടതകളും ദുഃഖങ്ങളും ആദികളും വ്യാധികളും എല്ലാം. അപ്പൊ അതിനെല്ലാം പരിഹാരം കണ്ടെത്താനും ഇത് കലിയുഗമാണ്, കലിയുടെ വിളയാട്ടമാണ് എന്ന് മനസ്സിലാക്കി ജാഗരൂകരായി നമ്മൾ നല്ല മനസ്സോടുകൂടി സത്സംഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നല്ല ദൈവീക ചൈതന്യം എന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ആത്മാവിലും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും വിളങ്ങാനായി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. നമ്മൾ ജാഗരൂകരാവേണ്ട അത്യാവശ്യമുണ്ട്. അതിനെല്ലാം നമ്മളെ അതിന് ബോധ്യം ഉൾക്കൊള്ളിക്കാൻ കൂടി, അത് അല്ലെങ്കിൽ നമ്മളെ അതിന് ബോധവാന്മാരാക്കാനും ഇപ്പൊ നേരത്തെ മാതാജി ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അല്ലെ? സൽക്കർമ്മങ്ങളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും നമ്മൾ ആചരിക്കേണ്ട അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചും. നമ്മളെല്ലാവരും ലൗകികമായ ജീവിതത്തിൽ ഉഴലുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, സാധാരണയായ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മളെ നയിക്കുന്ന ഇതുപോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുക്കന്മാരും ഉണ്ടാകുമ്പോൾ, വഴികാട്ടിയായി ഉണ്ടാകുമ്പോൾ, അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് അവർ നമുക്ക് പകർന്നു നൽകുന്ന അറിവ് സ്വായത്തമാക്കിക്കൊണ്ട് നമ്മൾ ജപിച്ച് പ്രാർത്ഥിച്ച് സ്വയം അർപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ധർമ്മനിഷ്ഠമായ ജീവിതവും അതിലേക്ക് നയിക്കുന്ന ആചാരങ്ങളും കർമ്മങ്ങളും അവലംബിക്കുക എന്നത് മാത്രമാണ് ഇതിന് ഏക പരിഹാരം. ഈ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെയും എല്ലാവരെയും ഭാഗമാക്കിക്കൊണ്ട് 2000 വർഷത്തെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ചെമ്മന്ത ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്ര തിരുമുറ്റത്ത് നമ്മളെല്ലാവരും ഈ 4 ദിവസം ഒത്തുകൂടുന്നത് ഇത്തരത്തിലൊരു സൽക്കർമ്മത്തിന്റെ ഭാഗമാവാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ പ്രാർത്ഥനയോടെ ഒരേ മനസ്സോടുകൂടി നമുക്ക് ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരാം. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഈ യാഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശിഷ്ട അതിഥികളെ ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അവതരിപ്പിക്കാനായി ശ്രീമതി ആര്യ സുരേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാനായി ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അവർകൾ, അദ്ദേഹം തന്ത്രവിദ്യാപീഠം ആലുവയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹർഷാരവത്തോടു കൂടി തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഔപചാരികമായ ഉദ്ഘാടനം ദീപപ്രോജ്വലനം നടത്തി ഇവിടെ നിർവഹിക്കുന്നത് റിട്ടയർഡ് പ്രൊഫസർ ശ്രീ ജയശങ്കർ രാജഗോപാലൻ അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റാരുമല്ല,
ഈ യജ്ഞത്തിൻ്റെ ആചാര്യ ദേവി സംഗമേശാനന്ദ സരസ്വതിയുടെ മാതാജിയുടെ ഗുരുവായ മഹാമണ്ഡലേശ്വർ ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള മേജർ ജനറൽ പി വിവേകാനന്ദൻ, ഡോക്ടർ ടി പി ശശികുമാർ, ആധ്യാത്മിക എഴുത്തുകാരനും വാസകനുമായ ശ്രീ ജയരാജ് മിത്ര, ഡോക്ടർ ഗസൽ ശ്രീനിവാസൻ, ബ്രഹ്മശ്രീ സത്യധർമ്മൻ അടികൾ, സ്വാമി വിശ്വാനന്ദ സരസ്വതി, ശ്രീ രാധാകൃഷ്ണൻ നടുവൽക്കൽ, ശ്രീ ഗോപി ചെമ്മണ്ട, ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി, ശ്രീ നന്ദകുമാർ വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ, അഡ്വക്കേറ്റ് മധു നാഗാർജുന ട്രസ്റ്റി, ശ്രീ രഞ്ജിത് ബാലകൃഷ്ണൻ ഇതിൻ്റെ അഹോരാത്രം ഇതിവിടെ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് യത്നിച്ചിട്ടുള്ള നമ്മുടെ ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം, ശ്രീ രഞ്ജിത് ബാലകൃഷ്ണൻ, ഒപ്പം ശ്രീ കെ ജയകുമാർ പി മേനോൻ, അദ്ദേഹം കേരള സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്, ശ്രീ പത്മകുമാർ വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ, ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ശ്രീ അപ്പു മേനോൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ അവിട്ടത്തൂർ, ശ്രീമതി ഡോക്ടർ ലക്ഷ്മി കുമാരി, മറ്റ് വിശിഷ്ടാതിഥികളെയും, ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ദ മാൻ ബിഹൈൻഡ് ദ ഷോ, ഇറ്റ്സ് ദ വുമൺ ബിഹൈൻഡ് ദ ഷോ. ഈ യജ്ഞത്തിന്റെ ആചാര്യ സ്ഥാനം അലങ്കരിക്കുന്ന സംപൂജ്യയായ സാധ്വി ദേവി, മുഖ്യ ആചാര്യ സംഗമേശാനന്ദ സരസ്വതി പീഠാധീശ്വരാണ്. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠത്തിന്റെ സ്ഥാപകയായ ദേവി സംഗമേശാനന്ദ സരസ്വതി മാതാജിയെ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ ആരംഭിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശ്രീമതി ലക്ഷ്മി കുമാരി, ma'am, please, we request you. I request the audience to please give a warm welcome to the honorable dignitaries on the dais. We know that how important this is in this Kali Yuga, where we are all united for one noble cause. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ശ്രീ പ്രതാപ് വർമ്മ അവർകളെയും ശ്രീ ജയരാജ് മിത്ര അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I request all the dignitaries to please come over and be seated so that we begin. മാഷൊക്കെ വർക്ക് ചെയ്ത് എൻ്റെ സ്കൂളിലാണ്, ഞങ്ങളുടെ മാനേജ്മെൻ്റ്. ദീപപ്രവചനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. സർവ ഐശ്വര്യങ്ങളും ഈ മഹായജ്ഞത്തിന് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരേ മനസ്സോടുകൂടി നമുക്ക് ഇതിന് സാക്ഷ്യം വഹിക്കാം. ശുഭം ഭവതു കല്യാണമായുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർനമോസ്തുതേ. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ശ്രീ രുദ്രാപീഠം ഇരിഞ്ഞാലക്കുട സംഘടിപ്പിക്കുന്ന ശ്രീ ലക്ഷ്മി നൃസിംഹധന്വന്തരി മഹായജ്ഞത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രത്നധാതമം ഹരി ഓം ജേത്വാ വായവസ്തോപായവസ്ത ദേവോവ സവിതാ പ്രാർപ്പയതു ശ്രേഷ്ഠതമായ കർമ്മണേ ഹരി ഓം അഗ്ന ആയാജിവീതയേ ഗൃണാനോ ഹവ്യനാദയേ ന്യോദാ സത്സി ബർഹിഷി ഹരി ഓം ശന്നോ ദേവീരവിഷ്ടയ ആഭോ ഭവന്തു പീതയേ ശമ്യോരവിസ്രവന്തു നഃ ഹരി ഓം സ്വാമിജിയുടെ
പാദപത്മങ്ങളിലും സന്യാസി ഞാൻ വിളിച്ചിരുന്നു പരമ്പരയുടെ കഴിഞ്ഞ ആഴ്ച. പാദപത്മങ്ങളിലും മനസ്സ് अखिल जेत्री मैत्री भजद अखिल जेत्री जननी प्रगति कामदुखासे जननी प्रगति कामदुखासे जनको देवक सकल दयालु जनको देवक सकल दयालु दाम्यदत्वा दयितुं जनदाम्यदत्वा दयितुं जनदा श्रेयो भूया सकल जनाना श्रेयो भूया सकल जनाना मैत्रीं भजद अखिल जेत्री मैत्रीं भजद अखिल जेत्री ഇവിടെ കീർത്തനം ആലപിച്ച വരവീണ സ്കൂൾ മ്യൂസിക് അവരെയും വളരെ സ്നേഹപൂർവ്വം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മേജർ ജനറൽ പി വിവേകാനന്ദൻ അവരുകളെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ടി പി ശശികുമാർ സയന്റിസ്റ്റാണ് അദ്ദേഹവും നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയരാജ് മിശ്ര ആധ്യാത്മിക എഴുത്തുകാരൻ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഗസൽ ശ്രീനിവാസൻ, ഏറെ പ്രശസ്തനായ ഡോക്ടർ ഗസൽ ശ്രീനിവാസൻ ജി നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മശ്രീ സത്യധർമ്മൻ അടികൾ